ആയ കാലത്ത് കിട്ടിയ തേപ്പിന്റെ ട്രോമേനെ കണക്കെടുത്താ അത് എഴുതാനായിട്ട് അഡീഷണൽ ഷീറ്റിന്റെ ആവശ്യം വരും. അതുകൊണ്ടും അറിയാം എനിക്ക് എന്താ വേണ്ടെന്ന് നിനക്കും നിനക്ക് എന്താ വേണ്ടെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയാം. വരുന്നിടത്ത് വെച്ച് കണ്ടാ പോരാല്ലേ? പോരാ. ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ തോന്നും ഇപ്പൊ എന്തിനാ കോംപ്ലിക്കേറ്റഡ് ആക്കണേന്ന്. എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എനിക്കറിയില്ല. എന്നെ പോലെ വേറെ ആരും ലൈഫിൽ വന്നിട്ടില്ല. ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടില്ല. ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ പോയാൽ മതിയെന്ന് തോന്നും. പക്ഷെ ലൈഫ് അത്ര ഫീൽ ഗുഡ് അല്ലല്ലോ. EMI അടച്ചിട്ട് മാസം ബാക്കി വരുന്നും പറ്റി സമാധാനമായിട്ടിരുന്ന് 2 മന്തി കഴിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ. സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് 1-2 വർഷമേ ഉള്ളൂ. അത് പോകാതിരിക്കല്ലേ ഇപ്പൊ എന്റെ പ്രയോറിറ്റി. എനിക്ക് നല്ല പേടിയുണ്ട്. എന്തേലും രീതിയിൽ ഇത് കൊളാകണ്ടേ അതിന്റെ റീസൺ ഞാനായിരിക്കും. അപ്പൊ നല്ല ഹിസ്റ്ററിയാണേ. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ കല്യാണം വേണ്ടെന്നല്ല, ഒരു കാലത്തും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതാണ് എന്റെ ഫ്യൂച്ചർ എങ്കിൽ ആ പേഴ്സൺ ഞാനല്ല. തന്നെ കാണുന്നത് വരെ ഇനി ഒരു പ്രേമം ഉണ്ടാവുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കല്യാണം പോയിട്ട് ഫ്യൂച്ചർ ഉണ്ടോയെന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിൽ തന്നെ ഉണ്ടായ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പകുതി റീസൺ ഇപ്പൊ നീയാ. എന്റെ സമാധാനത്തിലും സന്തോഷത്തിലും ഇപ്പൊ നീയുണ്ട്. I love you. എന്തേ എന്തേ? I love you too.